Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. നിങ്ങളെ വായിച്ചു നോക്കിയിരുന്നോ നമ്മുടെ എത്തിക്കനാലിന്റെ ലീഗൽ ഇഷ്യൂസിനെ കുറിച്ചിട്ട് കുറച്ച് നിയമങ്ങളാണ് നമ്മൾ കണ്ടത്. എന്തായാലും വായിച്ചു നോക്കണം, കാരണം അത് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ നമ്മള് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞു നിർത്തിയത് വരെയിരിക്കും അല്ലെ, എക്സാമ്പിൾസ് ലീഗൽ കേസസ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഓക്കെ അല്ലേ? അപ്പൊ ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ ക്യാൻ ബി അപ്ലൈഡ് ടു ഹോസ്പിറ്റൽസ്. അപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ, അതായത് എടുത്തു തുടങ്ങിക്കോട്ടെ. നിങ്ങള് വായിച്ചതിനെ മനസ്സിലാക്കുക, എന്നെടുക്കുന്നതാണെങ്കിലും അതിന്റെ ലോ ആയതുകൊണ്ട് ആ രീതിയിൽ തന്നെ നമ്മൾ ക്യാച്ച് ചെയ്യാം. രജിസ്ട്രേഷൻ ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഹോസ്പിറ്റൽസില്, അതായത് ഹോസ്പിറ്റലിൽ വരുന്ന കുറച്ച് നിയമ നടപടികളുമായി ബന്ധപ്പെട്ട കുറച്ച് ആക്ടുകളെ കുറിച്ചിട്ടാണ്. എന്താണ് ഫസ്റ്റ് ജനറൽ ആക്ട്സിൽ വരുന്നത്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947. അതായത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യവസായ സംരംഭം തന്നെയാണ് അല്ലെ, ഒരു സർവീസ് എന്നുള്ള കാഴ്ചപ്പാടില് അതിനൊപ്പം തന്നെ എന്താണ് പ്രോഫിറ്റബിൾ ആക്കുന്ന ഒരു സംരംഭം കൂടിയാണ് എന്ത് നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതായത് ലാഭേച്ഛയോട് കൂടിയിട്ടുള്ള ഒരു ബിസിനസ് ഇതിലുള്ള ഒരു വ്യവസായശാല തന്നെയാണ് എന്ത് നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ 1947 ആക്ട് പ്രകാരം ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിൽ വരുന്ന ഒരു സംരംഭം തന്നെയാണ്. നമുക്ക് എന്താണെന്നുള്ളത് ഹോസ്പിറ്റൽ കംസ് അണ്ടർ ദ ടേം ഇൻഡസ്ട്രി, അത് വ്യവസായത്തിന് കീഴിൽ വരുന്ന ഒരു സംരംഭമാണ്. ക്യാൻ ബി അപ്ലൈഡ് വെൻ നമ്പർ ഓഫ് എംപ്ലോയീസ് അതായത് 50 കൂടുതലായിട്ട് വരുമ്പോൾ അംഗങ്ങൾ, അതായത് 50 കൂടുതൽ അംഗത്വം ഹോസ്പിറ്റലിലെ എംപ്ലോയീസിൽ വരികയാണെങ്കിൽ അത് എന്താണ് ഇൻഡസ്ട്രി ഡിസ്പ്യൂട്ട് ആക്ട് 1947 അണ്ടറിൽ വരും. പിന്നെ ഇങ്ങനെ ചെയ്യുന്നതിന് എന്താണ് ഒബ്ജക്റ്റീവ്സ്, എന്താണ് ലക്ഷ്യം വരുന്നതെന്ന് വെച്ചാൽ സെക്യൂർ ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി, അതായത് ജീവനക്കാരുടെ അത് വ്യാവസായിക സമാധാനവും ഐക്യവും സുരക്ഷിതത്വം ഉറപ്പുവരുത്താനായിട്ട് ഇതുകൊണ്ട് സാധിക്കുന്നു. സെക്യൂർ ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി, അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എംപ്ലോയീസിന്റെ ഐക്യത്തിനും അതോടൊപ്പം തന്നെ സമാധാനത്തിന്റെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന ഒരു ലേബലിലേക്ക് നമുക്കറിയാം. ആക്ട് എന്ന് പറയുമ്പോൾ ആക്ടിന്റെ അണ്ടറിൽ എന്താണ് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. അപ്പൊ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തന്നെ ഫോളോ ചെയ്തിട്ടായിരിക്കണം ഹോസ്പിറ്റലിലും റൺ ചെയ്ത് പോകേണ്ടത്. ഇൻ കേസ് അതൊന്നും ഫോളോ ചെയ്തില്ലെങ്കിൽ നിയമപരമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ നേരിടേണ്ടതായിട്ട് വരും, അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് സെക്യൂർ ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി, ഐക്യത്തിനും സമാധാനത്തിനും ഒരു ഉറപ്പുവരുത്താനായിട്ട് ഇത്തരത്തിലുള്ള ആക്ടിനെ കൊണ്ട് ലക്ഷ്യമിടുന്നു എന്നുള്ളത്. നെക്സ്റ്റ്, സെറ്റിൽമെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്, അതായത് വ്യവസായപരമായിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യാനായിട്ട് ഈ ആക്ടിന് കീഴിലുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ ഈ ആക്ടിന്റെ അണ്ടറിലായതുകൊണ്ട് ആക്ടിൽ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തു പോകേണ്ടതുണ്ട്. അപ്പൊ എന്തെങ്കിലും ഇതല്ല എങ്കിൽ ആക്ട് അനുസരിച്ചിട്ട് നിയമ നടപടികൾക്ക് വിധേയമാക്കാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളൂ. പിന്നെ നെക്സ്റ്റ് പറയുന്നത് മിനിമം വേജസ് ആക്ട്, അതായത് മിനിമം വേജസ് ആക്ടില് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒരു മിനിമം വേജസ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, തൊഴിലാളികളെ കൊണ്ട് കുറെ തൊഴിലെടുപ്പിച്ചിട്ട് അവർക്ക് ഒരു നിശ്ചിത കൂലിയെങ്കിലും കൊടുക്കാതെ ഇരിക്കുമ്പോഴെന്താണ് അവർക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ്, എന്തെങ്കിലും നിയമ നടപടികൾക്ക് വിധേയമാകണമെങ്കിൽ ചില ആക്ടിന്റെ കീഴിലാണെങ്കിൽ അത് എളുപ്പം സാധ്യമാക്കാനായിട്ട് സാധിക്കും. അപ്പൊ മിനിമം വേജസ് ആക്ട് 1948 എന്താ പറയുന്നത്? മിനിമം വേജസ് ഫിക്സഡ് ഫോർ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട്, അതായത് ഈ പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് ഒക്കെ വരുന്നത് ഇതിന്റെ ഈ മിനിമം വേജസ് ആക്ടിന്റെ കീഴിലാണ്. 1952 പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് എന്ന് പറയുന്നത് എന്താണ്? എംപ്ലോയീസ്, അത് താഴെ പറയുന്നുണ്ട്, എംപ്ലോയർ ഈസ് നീഡഡ് ടു റിട്രൈവ് ഫ്രം ഇറ്റ്സ് എംപ്ലോയീസ്
at stipulated rate, donate an equal amount as employers share and credit the fund regularly with the government. അതായത് എംപ്ലോയർ ഒരു നിശ്ചിത വിഹിതം ഓരോ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കും, ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യും. അതുമാതിരി തന്നെ ഈ എംപ്ലോയീസിന്റെ അവരുടെ സാലറിയിൽ നിന്ന് അത്രയും എമൗണ്ട് തന്നെ അവര് എന്താണ് ഷോർട്ടേജ് ഇട്ട് മാത്രമേ അവർക്ക് സാലറി അനുവദിക്കൂ. അതെ അതെ, ഹ്യൂജ് എമൗണ്ട് ആയിട്ട് മാറും. അപ്പൊ എന്താണ് എംപ്ലോയറും അവരുടെ കോൺട്രിബ്യൂഷൻ ഓരോ മന്തും ഓരോ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് നീക്കി വെക്കും. എംപ്ലോയിൽ നിന്നും അവരുടെ സാലറിയിൽ നിന്ന് ഒരു നിശ്ചിത പോർഷൻ എടുത്ത് നീക്കി വെച്ചിട്ട് അവരെന്ത് ചെയ്യും, അവര് റിട്ടയർമെന്റിന്റെ ടൈമോ അല്ലെങ്കിൽ ഡെത്തിന്റെ ടൈമൊക്കെ ആവുമ്പോൾ ഒന്നിച്ചൊരു ലക്ഷം എമൗണ്ട് ആയിട്ട് അവർക്ക് അനുവദിക്കും, ഒരു ഫണ്ടായിട്ട്. അതായത് പ്രോവിഡന്റ് ഫണ്ട് എന്നുള്ള രീതിയിൽ തന്നെ ഒരു ബൾക്ക് എമൗണ്ട് അവർക്ക് റിട്ടയർമെന്റ് ടൈമിൽ അനുവദിച്ചു കൊടുക്കും. അതാണ് എന്ത് പ്രോവിഡന്റ് ഫണ്ട് ആക്ടിന്റെ ഇതിൽ വരുന്നത്. എംപ്ലോയീസ് നീഡ് ടു റിട്ടയർ ഫ്രം ഇറ്റ്സ് എംപ്ലോയീസ് അറ്റ് സ്റ്റിപ്പുലേറ്റഡ് റേറ്റ്സ് ഡൊണേറ്റ് ആൻഡ് ഈക്വൽ എമൗണ്ട് ആസ് എംപ്ലോയേഴ്സ്. എംപ്ലോയറും എംപ്ലോയിയും ഒരു നിശ്ചിത വിഹിതം നീക്കി വെക്കുന്നുണ്ട്. എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടി നീക്കി വെക്കുന്നു. പിന്നെ എംപ്ലോയറെ വീണ്ടും കാര്യം ചെയ്യുന്നത് എംപ്ലോയിൽ നിന്നും ഒരു നിശ്ചിത ഫണ്ട്, ഒരു നിശ്ചിത തുക എന്താണ് പ്രോവിഡന്റ് ഫണ്ട് എന്നുള്ള ലേബൽ ആ ഓരോ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യിപ്പിച്ച് അവസാനം എന്താണ് ആൻഡ് ക്രെഡിറ്റ് ദ ഫണ്ട് റെഗുലർലി വിത്ത് ദ ഗവൺമെന്റ്. അത് ക്രെഡിറ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ക്യാൻ ബി അപ്ലൈഡ് വെൻ നമ്പർ ഓഫ് എംപ്ലോയീസ്, അതായത് 20 അംഗങ്ങളിൽ കൂടുതൽ അംഗത്വം ഉണ്ടെങ്കിൽ പ്രോവിഡന്റ് ഫണ്ട് ആക്ടിന്റെ കീഴിൽ നമുക്ക് രജിസ്ട്രേഷൻ ഒക്കെ നടത്താൻ പറ്റും. അപ്പൊ പ്രോവിഡന്റ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നോൺ കംപ്ലയൻസ് ഈസ് പണിഷബിൾ ബൈ ഇംബേഴ്സ്മെന്റ്. അതായത് നമുക്കറിയാം ഇൻ കേസ് റിട്ടയർമെന്റ് ടൈമിലൊന്നും ഇവർ ഈ ഫണ്ട് കൊടുക്കുന്നില്ലെങ്കിൽ എന്താണ് നിയമ നടപടികൾക്ക് വിധേയമായിട്ട് അത് ഈടാക്കാവുന്നതാണ്. ഇൻ കേസ് എംപ്ലോയർ അത് കൊടുത്തില്ലെങ്കിൽ ഇംപ്രസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജയിലിൽ അടയ്ക്കാനുള്ള നിയമവിധേയങ്ങളാകാൻ വരെ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പൊ ഇതൊരു ഫണ്ട് ഹ്യൂജ് ആയിട്ട് അല്ലെ, ഒരു ലംസം ഒരു ബൾക്കായിട്ട് തന്നെ റിട്ടയർമെന്റിന്റെ ടൈമിൽ നേടി പോരാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിന് വേണ്ടി തൊഴിലാളികൾക്ക് ഒരു ക്ഷേമബത്ത ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് എന്ത് നമ്മുടെ പ്രോവിഡന്റ് ഫണ്ട് വഴി കിട്ടുന്നത്. ഇൻ കേസ് 20 അംഗങ്ങളിൽ കൂടുതൽ വരുമ്പോഴും മിനിമം അല്ലെ 20ൽ കൂടുതൽ അംഗങ്ങൾ വരുമ്പോഴാണ് ഈ ആക്ടിന്റെ കീഴിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഇത് പോകുന്ന സമയത്ത് റിട്ടയർമെന്റിന്റെ ടൈമിലൊന്നും അനുവദിച്ച് കിട്ടുന്നില്ലെങ്കിൽ ലീഗലായിട്ടുള്ള ആക്ഷന് വേണ്ടിയിട്ട് നിയമ നടപടികൾക്ക് വിധേയമാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നിയമപരമായിട്ട് എന്തെങ്കിലും ശരിയായിട്ട് പോകുന്നില്ലെങ്കിൽ ജയിലിൽ അടയ്ക്കാൻ വരെ സാധ്യതയുണ്ട് എന്നതാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്. ബോണസ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ബോണസ്? നമുക്ക് എപ്പോഴാണ് ബോണസ് ഒക്കെ കിട്ടാറ്? നിങ്ങൾ തന്നെ എന്തെങ്കിലും ഈ ആക്ട് എന്ന് പറയുമ്പോൾ ഇതിലുള്ളത് തന്നെ അങ്ങനെ പറഞ്ഞ് ഏൽപ്പിക്കണം. അതാണ് ശരി. ബോണസ് നോക്കി ഓണമൊക്കെ വരുമ്പോ ഓണമൊക്കെ വരുമ്പോൾ ബോണസ് കിട്ടും അല്ലെ. ഇപ്പോ എംപ്ലോയേഴ്സ് എക്സ്ട്രാ ഒരു എമൗണ്ട് ആണ്, അത് ഒരു ആനുകൂല്യം തൊഴിലാളികൾക്ക് തൊഴിലുടമ നൽകുന്നതാണ്. അത് തന്നെയാണ് പറയുന്നത്. ക്യാൻ ബി അപ്ലൈഡ് വെയർ നമ്പർ ഓഫ് എംപ്ലോയീസ് 40. അതായത് 40ക്ക് മേലെ അംഗങ്ങൾ ഉണ്ട് എങ്കിൽ ബോണസ് ഒക്കെ ഈ ആക്ട് പ്രകാരം കൊടുക്കേണ്ടതാണ് എംപ്ലോയർ എംപ്ലോയിക്ക്. ചാരിറ്റബിൾ ഓർ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസ് ആർ സെപ്പറേറ്റ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി സേവനത്തിന് മാത്രമുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റി സൗകര്യമാണ് അല്ലെ. ഒരു പ്രോഫിറ്റബിൾ എന്നുള്ള ലക്ഷ്യമില്ല എങ്കിൽ അത്തരത്തിലുള്ള ഹോസ്പിറ്റലിലൊക്കെ ഇതിൽ നിന്ന് ഒഴിവാണ്. അല്ലാത്ത പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഒക്കെ ബോണസും തൊഴിലാളികൾക്ക് കൊടുക്കേണ്ടതാണ്. എന്താണ് 40ൽ കൂടുതൽ അംഗങ്ങളുള്ള ഹോസ്പിറ്റലില് ബോണസ് എംപ്ലോയിക്ക് കൊടുക്കുന്നതാണ്. ഇനി എന്താ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. അതായത് ഗ്രാറ്റുവിറ്റി ഇതും എന്താണ് തൊഴിലുടമ ഒരു ശാപബദ്ധ എന്നൊക്കെ പറയും. അതായത് ഒരു അവര് ജോലി എടുക്കുന്നതിന് ഒരു ഇത്തിരി കൂടി മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രേരണ കൊടുക്കാൻ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് ആ ജോലി കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ഗ്രാറ്റുവിറ്റി ഒക്കെ അനുവദിക്കുന്നതാണ്. Gratuity is payable to employees up to 15 days pay for every completed year of service at the time of his or her superannuation or death. അതായത് റിട്ടയർമെന്റിന്റെ ടൈമിലോ അല്ലെങ്കിൽ ഡെത്തിന്റെ ടൈമിലെല്ലാം ഇവർക്ക് ഒരു ഗ്രാറ്റുവിറ്റി അനുവദിച്ചു കൊടുക്കുന്നതാണ്. എംപ്ലോയറുടെ ഇതിലാണ് അത് കൊടുക്കുന്നത്. എംപ്ലോയിക്ക് ഒരു മിനിമം ഒരു 15 ഡേയ്സിന്റെ, അതായത്
ഓരോ പേഴ്സൺസിനും അല്ലെ അവരുടെ സ്റ്റാറ്റസ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് വിവിധ കാറ്റഗറിയിലായിരിക്കും ജോലിക്കാർ ജോലി ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഒരു 15 ദിവസത്തെ സാലറിയുടെ ബേസിൽ ആയിരിക്കും ഗ്രാറ്റുവിറ്റികൾ, അതിന്റെ ആനുപാതികമായിട്ടൊക്കെ എടുത്തിട്ടായിരിക്കും ഗ്രാറ്റുവിറ്റികൾ കൊടുക്കുന്നത്. അത് പൊതുവെ കിട്ടുന്നത് എപ്പോഴാണ്, ഒന്നല്ലെങ്കിൽ ഡെത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ നമ്മളുടെ റിട്ടയർമെന്റിന്റെ സമയത്താണ് അത് അനുവദിച്ച് കിട്ടുന്നത്. എംപ്ലോയീസ് 10, അതായത് ഒരു 10ൽ കൂടുതൽ എംപ്ലോയീസ് വരുമ്പോഴാണ് ഗ്രാറ്റുവിറ്റിക്ക് അർഹതയാകുന്ന ഒരു ആക്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. Then can be applied to 5 years service completed workers. അതായത് ഒരു മിനിമം ഒരു 5 വർഷമൊക്കെ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനെങ്കിലാണ് ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുള്ളൂ. അറിയാലേ, ഓരോ വർഷം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് പിന്നെ വേറൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് അങ്ങനെയൊക്കെയുള്ളവർക്കല്ല, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു 5 വർഷത്തെ ഒരു സേവനങ്ങളൊക്കെ കാഴ്ചവെക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിലാണ് ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുള്ളത്. Then 1 year in case of death. അതായത് ഇൻ കേസ് നമുക്കറിയാം ഒരു സാധാരണ രീതിയിൽ 1 വർഷമൊക്കെ ഉള്ളപ്പോ ഗ്രാറ്റുവിറ്റി അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇൻ കേസ് ഡെത്ത് ആണെങ്കിലും ആ ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ട്. കാരണം നമുക്കറിയാം അത് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല അല്ലെ, അത് അൺഎക്സ്പെക്ടഡ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും ഈ ഗ്രാറ്റുവിറ്റിക്ക് 5 year വരെ വെയിറ്റ് ചെയ്യാതെ തന്നെ അർഹതപ്പെടുന്നത് ആണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നമ്മൾ 2-3 ആക്ടുകളുടെ കാര്യം പറഞ്ഞു. ആക്ടിൽ എന്താണ് പറയുന്നത് അത് നമ്മൾ ഫോളോ ചെയ്യണം. ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 1 year in case of death. നമ്മൾ പറഞ്ഞു ഒരു 5 year എങ്കിലും വേണം ഗ്രാറ്റുവിറ്റിക്ക് അർഹതപ്പെടാനായിട്ട്. അതായത് അവിടെ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ 5 വർഷം ജോലി ചെയ്യുമ്പോഴാണ് ഗ്രാറ്റുവിറ്റി അവർക്ക് കൊടുക്കുന്നത്. ഇൻ കേസ് ഡെത്ത് ആണെങ്കിൽ അത് 1 വർഷമാണ് ജോലി ചെയ്യണമെങ്കിലും അവർക്ക് ഗ്രാറ്റുവിറ്റിക്ക് അർഹതപ്പെടുന്നത്. അതായത് ഡെത്ത് സംഭവിക്കുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ അദ്ദേഹത്തിന് 5 വർഷം അവിടെ ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അല്ലെ, ഡെത്ത് സംഭവിച്ചത് കൊണ്ട് അയാൾക്ക് അവിടെ നിന്ന് ലീവായി പോവുകയാണ്. അപ്പൊ ആ ഗ്രാറ്റുവിറ്റി അനുവദിക്കുകയാണ് എന്താ അവരുടെ ആശ്രിതർക്ക് ആ ഗ്രാറ്റുവിറ്റി അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? മിനിമം വേജസ് ആക്ട്, അതായത് മിനിമം വേജസ് നിങ്ങൾ ലേബലിൽ തന്നെ ഞാൻ പറഞ്ഞേ ഉള്ളൂ. മിനിമം വേജസ് ആക്ട് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു മിനിമം നിശ്ചിത മിനിമം ഒരു വേജസ് വേണം എന്നുള്ള ആക്ടിന്റെ അനുസരിച്ചിട്ട് അർഹതപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. ആക്ടിൽ ഒരുപാട് നിയമങ്ങളുണ്ട്, നിയമ വ്യവസ്ഥകളുണ്ട്. ഇവിടെ പറയുന്ന ഫസ്റ്റ് പോയിന്റ് എന്താണ്? മിനിമം വേജസ് ഫിക്സഡ് ഫോർ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ്, എംപ്ലോയീസ്, പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952. അതായത് ഇതില് പറയുന്നത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952 അനുസരിച്ചിട്ട് ഒരു ഫിക്സഡ് ആയിട്ടുള്ള വിഭാഗക്കാർക്ക് എന്താണ് എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് പ്രകാരമുള്ള ഫണ്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഇനി എന്താണ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് എന്നുള്ളതാണ് സെക്കൻഡ് ഇതിൽ പറയുന്നത്. എന്താണ് ഒരു എംപ്ലോയറോ ഒരു നിശ്ചിത കോൺട്രിബ്യൂഷൻ ഈ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഓരോ മന്തും നീക്കി വെക്കും. ഈ എംപ്ലോയറുടെ കയ്യിൽ നിന്നും ഒരു നിശ്ചിത എമൗണ്ട് ഇവര് ബൾക്കായിട്ട് ലാസ്റ്റ് റിട്ടയർമെന്റിന്റെ സമയത്തൊക്കെ പിരിഞ്ഞു പോകുന്ന സമയത്ത് ഒന്നിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നീക്കിയിരിപ്പ് നടത്തും. ഇങ്ങനെ 2 കൂട്ടരുടെയും ഫണ്ട് അവര് ക്രെഡിറ്റ് ചെയ്ത്, അതായത് നിക്ഷേപിച്ച് വെച്ച് ദെൻ അത് എന്താണ് കറക്റ്റ് ടൈമില് അവരുടെ ആ റിട്ടയർമെന്റിന്റെ ടൈമിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ആ പോയിന്റ് ആണ് സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്. പിന്നെ ഈ പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് വരാൻ സാധ്യതയുള്ളത് 20-ൽ കൂടുതൽ അംഗങ്ങളുള്ള ഒരു ഹോസ്പിറ്റൽ, അല്ലെ, അവിടെ ഹോസ്പിറ്റൽ ആണെങ്കിലും ഏത് സ്ഥാപനമാണെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്നത് 20 കൂടുതൽ അംഗങ്ങൾ ഉണ്ടാവണം. മിനിമം 20, അതിനേക്കാൾ ഒരു 21% ഒക്കെ ഉണ്ടാവുമ്പോഴാണ് ഈ ആക്ടിന്റെ കീഴിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ വീണ്ടും പറയുന്നത് നോ കംപ്ലൈൻസ് ഇസ് പണിഷബിൾ ബൈ ഇംപ്രിസൺമെന്റ്. അതായത് ഈ രീതിയിൽ എംപ്ലോയർ ഇങ്ങനെ സുരുക്കൂട്ടി എംപ്ലോയിയുടെ സാലറി ഒക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ സുരുക്കൂട്ടി വെച്ചിട്ട് അവരുടെ റിട്ടയർമെന്റിന്റെ സമയത്ത് ഫണ്ട് കൊടുത്തില്ലെങ്കിൽ എന്താണ് അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ എടുക്കാനായിട്ടുള്ള ഒരു പ്രൊവിഷനും ആർക്കുണ്ടായ എംപ്ലോയീസിന് ഉണ്ട് എന്നുള്ളതാണ്. കംപ്ലൈൻസ് അവര് പാലിച്ചില്ല എങ്കിൽ ഇത് പണിഷ്മെന്റ് കിട്ടുന്നുണ്ട്, ജയിലിൽ അടയ്ക്കാൻ വരെയുള്ള പണിഷ്മെന്റ് നേരിടേണ്ടി വരുന്നുണ്ട്. ക്ലിയറായോ? ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ഇതിലേക്ക് പോകാം, അല്ലെ? ഓക്കെ, അപ്പൊ നമ്മള് ഗ്രാറ്റുവിറ്റി കഴിഞ്ഞു. ഇനി പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936 ഒരു വേജസ് ആക്ട് ആണ്. അതിൽ പറയുന്നത് എന്താണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് വേജസ് ഡീറ്റെയിൽസ്, അതായത് കൂലിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും, എന്ന പേഴ്സൺ എന്ന കൂലികൾ അനുവദിക്കുന്നുള്ള ഇതെല്ലാം കൃത്യമായിട്ട് അതിന് എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസ്, അവിടുത്തെ തൊഴിലാളികളുടെ വേജസുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും അതിൽ കാണിച്ചിരിക്കും. 1937 വേജസ് ആക്ട് പ്രകാരം ഇതിൽ കാണിച്ചിട്ടുണ്ടാവും. Wages must be paid during first 7 days of the month. അതായത് മന്തിന്റെ 7 ദിവസം, അല്ലെ, ആ ദിവസത്തിനുള്ളിൽ എന്താണ് പേയ്മെന്റ്സ് കൊടുത്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, പേയ്മെന്റ് വേജസ് ആക്ട് 1936 പ്രകാരം കൂലിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ഓരോ വലിയ സ്ഥാപനമാകുമ്പോൾ എന്താണ് അവരുടെ ക്വാളിഫിക്കേഷനും അവരുടെ സ്റ്റാറ്റസ് അനുസരിച്ചിട്ട് ഓരോ പേഴ്സൺസിനും ഡിഫറെന്റ് കൂലികളായിരിക്കും, അല്ലെ, അവരുടെ സാലറീസ് വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഇന്ന പേഴ്സൺസ് ഇന്ന ക്വാളിഫിക്കേഷനും ഇന്ന തൊഴിൽ ലേഖലുള്ള വ്യക്തികൾക്ക് ഇന്ന കൂലിയാണുള്ളത് ആക്ട് പ്രകാരം അതിന്റെ അണ്ടറിലുണ്ടായിരിക്കും. അത് അവർക്ക് കൊടുത്തിരിക്കണം. അത് കൊടുക്കേണ്ട ടൈമാണ് 7 days, ഫസ്റ്റ് 7 days ഓഫ് ദ മന്ത്. അതിന്റെ ഫസ്റ്റ് 7 ദിവസത്തിനുള്ളിലാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്. ഇതൊക്കെ ആക്ട് ആണ്. ഈ ആക്ടിന്റെ കീഴിൽ ഒരുപാട് ഇതുകൾ ഉണ്ടാവും, ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. 1-2 പോയിന്റ്സ് അതിൽ നിന്നെടുത്ത് ഈ ആക്ടുകളെ ഒന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. എന്താണ് ഇങ്ങനെ ഓരോ നിയമങ്ങൾ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറയാൻ കൂടുന്നേ ഉള്ളൂ. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948 അതില് പറയുന്ന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെ, നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ ഇപ്പൊ ഇൻഷുറൻസ് പാക്കേജ് ചെയ്ത് കൂടിയിട്ടാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള ഇൻഷുറൻസ് ആയ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. എന്താണ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് പ്രകാരം ആർക്കാണ്? തൊഴിലാളികൾക്ക് അവരുടെ എന്താണ് ജോലി സംബന്ധമായ കാര്യങ്ങൾക്കിടയിൽ എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ ആ പേഴ്സൺ ആ ഒരു ടൈം ഡ്യൂറേഷന്റെ ഉള്ളിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ കയറി പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ രക്ഷ കിട്ടുന്ന ഒരു ആക്ടാണ്. നമുക്കറിയാം എല്ലാ സ്ഥാപനങ്ങൾക്കും ഇൻഷുറൻസ് ആക്ടുകൾ ഉണ്ട്, അല്ലെ. ബാങ്കിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിലും ചില ഫോംസിൽ ജോലി ചെയ്യുന്നവർക്ക് ഇൻഷുറൻസ് പോളിസികൾ അവർക്കുണ്ട്. അതാണ് അവർ പ്രത്യേകമായിട്ട് പറയുന്നത്. മെഷർ ഓഫ് സോഷ്യൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്, സമൂഹത്തിന് മൊത്തത്തിൽ അല്ലെങ്കിൽ ഓരോ പേഴ്സൺസിന്റെയും ആരോഗ്യപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഇൻഷുറൻസ് ആണ് ഇതിൽ പറയുന്നത്. പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്സ് ടു ഇൻഡസ്ട്രിയൽ എംപ്ലോയീസ് ആസ് എ പ്രിക്കോഷൻ അഗെയിൻസ്റ്റ് സിക്നെസ്, മെറ്റേണിറ്റി ആൻഡ് എംപ്ലോയ്മെന്റ് റിലേറ്റഡ് ഇൻഷുറി. അതായത് തൊഴിലിനിടയ്ക്ക് എന്തെങ്കിലും എന്തെങ്കിലും, അല്ലെ, അസുഖപര ആരോഗ്യത്തിനെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പ്രസവ ചികിത്സയുമായി ബന്ധപ്പെട്ട ടൈമില് എന്തെങ്കിലും ഒരു അസുഖങ്ങൾ വരുമ്പോൾ അതിന്റെ മുൻകരുതലുകളായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ചില, അല്ലെ, നമ്മൾ ഒരു ക്യാൻസർ പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് മുൻകൂട്ടി അതിന്റെ പ്രിക്കോഷൻസ് എടുത്തുകൊണ്ടേയിരിക്കണം, അല്ലെ. അത് കിടന്ന് രോഗം മാറുന്നവരെ ചികിത്സിക്കുകയല്ല, പറ്റുന്ന തരത്തിലുള്ള പ്രിക്കോഷൻസിന് മെഡിക്കലായിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊണ്ടുവരേണ്ട വരും. ജോലിയും കണ്ടിന്യൂ ചെയ്തു പോകുന്നവരുണ്ടാവും, അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രിക്കോഷൻസ് എടുക്കുന്നവരുണ്ടാവും. അപ്പൊ അവർക്കെല്ലാം എന്താണ് ആരോഗ്യപരമായ ഇൻഷുറൻസ് പാക്കേജ് ഇതിന്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പൊ എന്താ പറയുന്നത്, എംപ്ലോയീസ് കോൺട്രിബ്യൂട്ട് 4% ഓഫ് ടോട്ടൽ വേജസ് ബില്ല്. അതായത് എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ പറയുന്നത് ഒരു 4%, ഓരോ ബില്ലിന്റെയും 4% അവരുടെ കോൺട്രിബ്യൂഷൻ ആണ്. വേജസിന്റെ 4%
കോർഡിനേറ്ററാണ് PF, സോറി, ഇൻഷുറൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ESI is not applicable if hospitals are provided complete and free treatment of employees and dependents. അതായത് എംപ്ലോയീസ്, തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ അവരുടെ ഡിപെൻഡൻസിന് ഫുൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ട്രീറ്റ്മെന്റും അവരാണ് വഹിക്കുന്നതിന് ESI അങ്ങനെയാണെങ്കിൽ ESI നോട്ട് ആപ്ലിക്കബിൾ ആണെന്ന് പറയുന്നു. ദെൻ മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട്, അതായത് നമ്മൾ പറഞ്ഞിരുന്നു ഓരോ ആക്ടുകളുടെ ഒരു പ്രത്യേകത, ആ ആക്ടിൽ എന്തൊക്കെ പറയുന്നുണ്ടോ അത് ഇന്ന ഇതിന്റെ ടേംസിന്റെ 4% എംപ്ലോയേഴ്സ് എന്നാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അതായത് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ, അവരുടെ ഒരു കോൺട്രിബ്യൂട്ട് അവര് തരുന്ന ഒരു ഫണ്ട് എന്ന് പറയുന്നത് 4% ഓഫ് ദ ടോട്ടൽ വേജ് ബില്ല്, അവരുടെ വേജിന്റെ. ഇനി മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട്, അതായത് മെഡിക്കൽ പ്രൊഫഷണൽ ആക്ടിൽ എന്തൊക്കെ പറയുന്നു അതെല്ലാം എന്താണ് ഇൻഷുറൻസ് ആക്ടിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇതും കൂടിയാണ്. ആ പ്രൊഫഷണൽ ആക്ടിൽ പറയുന്ന ലെവലിലുള്ള കാര്യങ്ങളെല്ലാം എംപ്ലോയീസിന്റെ സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ടിന്റെ അണ്ടറിൽ കൂടി വരുന്നതാണ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് എന്ത് നമ്മുടെ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948 പറയുന്നത്. തൊഴിലാളിക്ക് അവരുടെ ആരോഗ്യ പരിരക്ഷ കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് എന്താണ് നമുക്ക് ഓരോരുത്തർക്കും അല്ലെ വ്യത്യസ്തമായ, ചിലപ്പോ മെറ്റേണിറ്റി എന്നൊക്കെ പറയുമ്പോൾ പ്രസവപരമായിട്ടുള്ള ലീവും അതിനനുസരിച്ചിട്ടുള്ള എന്താ പറയുക ചെലവും ഇതൊക്കെ ചിലപ്പോ ഇതിന്റെ ഈ ആക്ടിന്റെ കീഴിൽ കൃത്യമായി തന്നെ നിർവഹിച്ചിട്ടുണ്ടാവും. എന്ത് തുടങ്ങിയ ജീവനത്തിലേക്കും എത്രത്തോളം ഫണ്ട് കിട്ടും, എത്ര പിള്ളേർക്ക് കിട്ടും, അങ്ങനെയൊക്കെ വരെ ഉണ്ടാവും അല്ലെ. ഒരു കുട്ടിക്കാണോ, 2 കുട്ടിക്കാണോ, 3 കുട്ടിക്കാണോ അങ്ങനെ അനുവദിക്കുന്നത്, അങ്ങനെല്ലാം ഓരോ വേർഡ്സും ഓരോ സെന്റൻസുകളും അനുസരിച്ചുണ്ടാവും. ESI ഉണ്ടാവില്ല എന്നുള്ള ഇത് കൊടുക്കുന്നത് ഇഫ് ഹോസ്പിറ്റൽസ് ആർ പ്രൊവൈഡഡ്. ഹോസ്പിറ്റലിൽ തന്നെ നമുക്കറിയാം ചില ഇഞ്ചുറീസ് ഒക്കെ അവരുടെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനത്തിനോടൊപ്പം തന്നെ സംഭവിക്കുന്നതായിരിക്കും. അപ്പൊ മുഴുവൻ ചെലവും അവരെ നിർവഹിച്ചിട്ടായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ESIയുടെ പ്രൊഫഷനിലല്ല വരുന്നത്, ആ ഹോസ്പിറ്റലിന് സ്വന്തം റിസ്കിൽ വരുന്ന ഇതാണ്. അപ്പൊ ESIയുടെ ഫണ്ട് അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ESI ഇസ് നോട്ട് ആപ്ലിക്കബിൾ. ഹോസ്പിറ്റൽ തന്നെയാണ് അവരുടെ ചെലവ് നിർവഹിക്കുന്നതെങ്കിൽ ESIയുടെ ആ ഒരു രീതി അവിടെ ആപ്ലിക്കബിൾ അല്ലായിരുന്നു. അങ്ങനെ കുറച്ച് ഇപ്പൊ ആക്ടിന്റെ ഒരു പ്രത്യേകത, ആക്ടിൽ എന്താ പറയുന്നത് ആ രീതി അനുസരിച്ചിട്ടാണ് കാര്യങ്ങളെങ്കിൽ ആക്ട് വഴി നമുക്ക് കിട്ടും. അതെല്ലാം ചില കുറെ ഞാൻ പറഞ്ഞു ഇതിലെല്ലാം 2-3 സെന്റൻസുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവുക ഈ ആക്ടുകൾ ഇങ്ങനെയൊക്കെയുണ്ട്. ഈ ആക്ട് വഴി കിട്ടുന്നത് ഇപ്പൊ ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിസിനുമായി ബന്ധപ്പെട്ട, ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യം. പേയ്മെന്റ് വേജസ് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ കൂലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഫണ്ട്, പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർമെന്റിന്റെ ടൈമിൽ കിട്ടുന്ന ആ ഫണ്ടുമായി ബന്ധപ്പെട്ടതാണ്. ഗ്രാറ്റുവിറ്റി എന്ന് പറയുമ്പോൾ ഒരു 5 വർഷമൊക്കെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ എംപ്ലോയർ നൽകുന്ന ഒരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ ആണ്. അത് 5 വർഷം കഴിഞ്ഞാൽ മാത്രമേ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്താണ് റിട്ടയർമെന്റിന്റെ ടൈമിൽ കിട്ടുള്ളൂ. ഇൻ കേസ് ഡെത്ത് ആണെങ്കിൽ ഈ 5 വർഷം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ആശ്രിതർക്ക് ഗ്രാറ്റുവിറ്റി അനുവദിക്കും എന്നുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ടേംസ് എന്താണെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമ്മൾ പറഞ്ഞു വരാനുള്ളത് എന്താണ്, നെക്സ്റ്റ് പറയുന്നത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933 ആണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് മെഡിക്കൽ, അതിൽ പറയുമ്പോൾ തന്നെ അറിയാം മെഡിക്കൽ കൗൺസിൽ ആക്ട്, അതായത് മെഡിസിനുമായി ബന്ധപ്പെട്ട പഠനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയുടെ മെഡിസിൻ എന്നുള്ള ലേബലിന്റെ അണ്ടറിൽ വരുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന നിയമ പരിരക്ഷകളാണ്. ദ കോഡ് ഓഫ് എത്തിക്സ് ഫോർ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആൻഡ് കൺട്രോൾ മെഡിക്കൽ എഡ്യൂക്കേഷൻ. അതായത് മെഡിക്കലുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനൊക്കെ ഉള്ള അവരുടെ എത്തിക്സ് നേരത്തെ പറഞ്ഞ ധാർമ്മികപരമായിട്ടുള്ള കുറെ ഇതുകളുണ്ട്. ആ വശങ്ങളൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും നിയമപരമായിട്ട് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. Okay, the next state medical council established under the act have the same function in their respective states. അതായത് ഈ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ടിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് സ്റ്റേറ്റിന്റെ നമുക്കറിയാം ഓരോ സംസ്ഥാനത്തിനും അവിടെ അതിന്റെ അണ്ടറിൽ വരുന്ന മെഡിക്കൽ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ പ്രാക്ടീഷണേഴ്സിന് കുറച്ച് നിയമങ്ങൾക്കൊക്കെ അനുകൂലമാണ്. നമുക്കറിയാം ഇതൊക്കെ വരുന്നത് എന്താണെന്ന് ചില ഇഷ്യൂസ് വരുമ്പോഴാണ് നമ്മൾ കോടതിയെ സമീപിക്കേണ്ടതൊക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ആക്ടിന്റെ അണ്ടറിലുള്ളതാണെങ്കിൽ എന്താണ്
ചില ആനുകൂല്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ പ്രാക്ടീഷണർ എന്ന നിലയ്ക്ക് ഈ ആക്ടിന്റെ അണ്ടറിലാണ് ഇവര് കൈകാര്യം ചെയ്യണമെങ്കിൽ അത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ പറയില്ലേ, ഏത് സാധനം പഠിക്കുമ്പോഴും രജിസ്റ്റേർഡ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്ടിന്റെ കീഴിലുള്ള ഒരു ഇതിന്റെ കീഴിലാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തും. എങ്കിൽ മാത്രമേ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള നിയമവ്യവഹാരങ്ങളിൽ ഏർപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അത് തന്നെ സ്റ്റേറ്റിൽ മെഡിക്കൽ കൗൺസിൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഈ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ഓരോ സ്റ്റേറ്റുകളും എന്തിന്റെ അണ്ടറിലാന്ന് പറയുന്നു, ഈ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ടിന്റെ അണ്ടറിലാണ്. അവരുടെ ഫംഗ്ഷൻ തന്നെയാണ് സ്റ്റേറ്റുകളും ഫോളോ ചെയ്യുന്നത്. Then regulation of teaching hospitals are centrally controlled by ഈ പറഞ്ഞ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ. അതായത് അവിടുത്തെ ടീച്ചിങ് കാര്യങ്ങളാണെങ്കിലും റെഗുലേഷൻ ഓഫ് ടീച്ചിങ് അവരുടെ ആ ഒരു നിയമ സാധ്യതകളെല്ലാം തന്നെ എന്തിന്റെ കീഴിലാണ്, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ടിന്റെ. IMC എന്നതിന്റെ സ്റ്റാൻഡ് ഫോം എന്താണെന്നുള്ളത് നോക്കി വെക്കുക, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് എന്നാണ്. നെക്സ്റ്റ് ഒരു ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട്. എന്താ ക്ലിയർ ആവുന്നില്ലേ? എന്ന് പറയുന്ന സ്പീഡ് കൂടിയിട്ടാണോ അത് വോയിസ് ക്ലിയർ ആവാനായിട്ടാണോ? സോറി, ഇപ്പോഴാണ് മ്യൂട്ടായത്. ഇപ്പോഴല്ലേ ഞാൻ ഈ ആക്ടുകൾ പറഞ്ഞു കഴിഞ്ഞ പിന്നെയല്ലേ? ഞാൻ ഇപ്പൊ പറഞ്ഞത്, സോറി അത് നോട്ടായി പോയായിരുന്നു. എന്താണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്, എന്തിനാണ് ഈ ചാപ്റ്റർ എന്നുള്ള ഡിസ്കഷൻ വന്നപ്പോഴാണ് ഞാനത് പറഞ്ഞു തുടങ്ങിയത്. IMC വരെ ഓക്കെയാണ്. അപ്പൊ IMC എന്ന് പറയുന്നത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് ആണല്ലോ. ഞാനിപ്പോ നേരത്തെ പറഞ്ഞത് ഈ ആക്ടുകൾ എന്തിനാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പേർപ്പസുകൾ ഇങ്ങനെ വരും. എന്തെങ്കിലും ഇപ്പൊ അഡ്മിനിസ്ട്രേഷൻ പൊസിഷനിലൊക്കെയാണ് ഡ്യൂട്ടി ചെയ്യണമെങ്കിൽ അതനുസരിച്ചിട്ട് ചില പേർപ്പസുകൾ ചിലപ്പോ കസ്റ്റമേഴ്സ് ചിലപ്പോ കോടതിയെ സമീപിക്കുന്നുണ്ടാവും. അതായത് പേഷ്യൻസ് കോടതിയെ സമീപിക്കും. അപ്പൊ നിയമവിധേയമാകുന്ന ചില പേർപ്പസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അതൊക്കെ വരുന്നത് ഈ ഇതിന്റെ കീഴിലാണ്. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന നഴ്സുമാർ ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ വേജസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഇഷ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ PF-ഉമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇഷ്യൂ ചെയ്യും. ബൈഹാർട്ട് ചെയ്ത് വെക്കണമെന്നില്ല, മനസ്സിലാക്കി വെക്കണം ഇത് എന്താണെന്നുള്ളത്. ചിലതൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. ഇയേഴ്സ് ഒന്നും ബൈഹാർട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഈ ടേംസ് മനസ്സിലാക്കി വെക്കണം. അതായത് എന്താണ് പ്രോവിഡന്റ് ഫണ്ട് എന്നുള്ള കാര്യം എന്താണ്, അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് എന്താണ്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലായി. ബോണസ് എന്ന് പറയുന്നത് അത് എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു ഇതാണ് അല്ലെ. ഇപ്പൊ നേരത്തെ നിങ്ങൾ തന്നെ പറഞ്ഞു ഓണത്തിനൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, ആക്ടുകൾ എന്താന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക.
നിങ്ങൾക്കറിയാം ക്വസ്റ്റ്യൻസ് വരുന്നത് ജസ്റ്റ് ഒരു മോക്ക് ടെസ്റ്റ് അല്ലെ, അത് നിങ്ങൾ ജസ്റ്റ് അതെങ്ങനെയെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യും. ഇൻ കേസ് ഇന്റർവ്യൂസിൽ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു ടേംസ് എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും നമ്മൾക്കൊന്നും ഇല്ല അവിടെ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിയിൽ ഇതൊക്കെ പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കാതിരിക്കരുത്. അത് ഉണ്ടാവും. ചിലപ്പോ വേജസിന്റെ കാര്യത്തില് അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിൽ കുറെ കാര്യങ്ങൾ പർപ്പസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ആക്ടിന്റെ കീഴിലാണോ അത് അവരെല്ലാം കോടതിയെ സമീപിക്കുന്നത്. അല്ലെങ്കിൽ കസ്റ്റമേഴ്സ്, അതായത് പേഷ്യൻസ് ചില ഹോസ്പിറ്റലിലെ ഡ്യൂട്ടി ശരിയല്ലാതെ വരുമ്പോൾ നമുക്കറിയാലോ, ഇപ്പൊ പേപ്പറിൽ കണ്ടായിരുന്നു, നമ്മളത് പഠിക്കുന്നുണ്ട്. ഇതിൽ കത്രിക വെച്ചിട്ട് തന്നെ ഓപ്പറേഷനൊക്കെ നല്ല സക്സസ് ആക്കി കൈകാര്യം ചെയ്ത അവസാനം കണ്ടെത്തി എന്താണ് പെയിന് കാര്യം ഇങ്ങനെ സിസേഴ്സ് തന്നെ അതില് മുടി വെച്ചിട്ട് തന്നെ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തത് കൊണ്ടാണ്. അപ്പൊ അവര് നിയമ നടപടികൾക്ക് വിധേയമാകും. അപ്പൊ ഹോസ്പിറ്റല് അതിന് വേണ്ടിയിട്ട് വീണ്ടും അവരും ഇതിലെ കാര്യങ്ങളിലേക്ക് ഏബിൾ ആകും. പിന്നിലെ നിയമങ്ങൾക്ക് ഏബിൾ ആവാൻ വേണ്ടിയിട്ട് ഈ ഉള്ള ആക്ടുകളുടെ കീഴിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഡോക്ടേഴ്സിന് അവരുടെ കാര്യങ്ങൾ കാര്യങ്ങൾ സാധൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാകും. കസ്റ്റമേഴ്സിന് അവരുടെ കാര്യങ്ങൾ സാധൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ അവിടെയുള്ള ഏതോ ഒരു എംപ്ലോയീസിനും അവരുടെ വേജസോ അല്ലെങ്കിൽ PF കിട്ടാനോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അവരുടെ നിയമങ്ങൾ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കാൻ പറ്റിയിട്ട് ഉള്ള ആക്ടുകൾ ഉണ്ടാകും. ഈ ആക്ട് വഴിയാണ് അവരതെല്ലാം സമീപിക്കുന്നത്. ക്ലിയർ ആയി കാണുന്നു. അപ്പൊ എന്താണ് ഈ ആക്ടുകളിൽ നിന്ന് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കും. അപ്പോ നമ്മളിപ്പോ പറഞ്ഞ നെക്സ്റ്റ് വന്നത് എന്താണ്? വേജസ് ആക്ട്. വേജസ് ആക്ട്, പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്, സോറി ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്, അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതായത് അവിടെയുള്ള പ്രാക്ടീഷണേഴ്സ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് നെക്സ്റ്റ് IMC ആണ്. അപ്പൊ IMS വരെ അവിടുത്തെ പ്രാക്ടീഷണേഴ്സിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആണത്. അവർക്ക് തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ ഈ രീതിയിലുള്ള അതിന്റെ ആന്തരമുള്ള നിയമ നടപടികൾ അനുസരിച്ചിട്ടാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട്, അതായത് ഇതും നഴ്സിംഗ് സ്റ്റുഡൻസിന് അല്ലെ, നഴ്സിംഗ് ആയിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ നമുക്കറിയാം അവിടെ കൂടുതലായിട്ട് നഴ്സുമാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആണ്. ഫോർമേറ്റ് ദ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് ഫോർ രജിസ്ട്രേഷൻ ഓഫ് നഴ്സസ്. അതായത് നമുക്കറിയാലോ, എല്ലാ സ്ഥാപനങ്ങളിലും നമ്മൾ പഠിച്ച വ്യക്തികളാണെങ്കിൽ നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് മിക്ക സ്ഥലങ്ങളിൽ ജോലി കിട്ടാനുള്ള അർഹതയുണ്ട്. അത് സാധൂകരിച്ചിട്ടുള്ള ഇതില് അല്ലെ, ഈ ആക്ടിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ നമ്മൾ രജിസ്ട്രേഷൻ നടത്തിയാൽ മാത്രമേ നമുക്ക് അതുകൊണ്ടുള്ള ഉപയോഗം കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഫോർമുലേറ്റ് എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ്. നമുക്കറിയാലോ, രജിസ്ട്രേഷൻ ഇല്ലാത്ത ഇതുകളിൽ പോയി പഠിക്കാനായിട്ട് ഇതുകൊണ്ട് താല്പര്യം കാണിക്കാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നഴ്സുമാർക്ക് ചില സ്ഥാപനങ്ങളിൽ ജോലിക്ക് അവർ ചിലപ്പോൾ ഈ ആക്ടിന്റെ കീഴിലുണ്ടെങ്കിൽ അവർക്ക് നിയമസാധ്യത കിട്ടൂല എന്നുള്ളതിന്റെ ബേസിൽ അവിടെ ഉൾപ്പെടുത്തിയെന്ന് വരുന്നു. അപ്പൊ അതാണ് അതിൽ പറയുന്നത്. ഇനി ഫാർമസി ആക്ട് 1948 നമുക്കറിയാം, മരുന്നുമായ ബന്ധങ്ങളിലെ മെഡിസിൻസ് ഒക്കെ അതും വെറുതെ ഒരു ഷോപ്പ് ഇട്ടുകൊണ്ട് മറ്റേ എന്താ പറയുക ഒരു കച്ചവടത്തിനുള്ള ഒരു സ്ഥാപനത്തിന്റെ ഒരു ലാബിൽ മാത്രം കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നതല്ല. ഫാർമസിസ്റ്റും കൂടി ഉണ്ട് എന്നൊക്കെയുള്ള ഒരു ഇതിൽ തന്നെയാണ് പെർമിഷൻ കൊടുക്കുക. എന്ത് ഫാർമസിയൊക്കെ തുടങ്ങാനായിട്ടുള്ള സൗകര്യങ്ങൾ കൊടുക്കുക. അപ്പൊ ആ ഫാർമസി ആക്ടിന്റെ കീഴിലായിരിക്കണം അത്. ഡീൽസ് വിത്ത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫാർമസീസ് ആൻഡ് ഡ്രഗ് സ്റ്റോഴ്സ് ആൻഡ് പ്രൊഫഷൻസ് ഓഫ് ഫാർമസിസ്റ്റ്. അതായത് അവിടെ ഫാർമസിസ്റ്റുകളും കൂടി ഉണ്ട് എന്നുള്ള ലേബലിലായിരിക്കും ആ രജിസ്ട്രേഷൻ ഒക്കെ എടുക്കുന്നത്. അങ്ങനെയുള്ള ലേബലിലുള്ളതിൽ മാത്രമേ അവർക്ക് എന്താണ് ഇതിന്റെ വിൽക്കാനൊക്കെ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് മെഡിസിൻസ് ഒക്കെ കീപ്പ് ചെയ്ത് വിൽക്കാനൊക്കെ ആയിട്ട് സാധ്യതയുള്ളൂ. അതായത് അവർക്ക് അതിനുള്ള പെർമിഷൻ അനുവദിക്കുകയുള്ളൂ. ഹോസ്പിറ്റൽ ഹാസ് ടു അറ്റൈൻ എ ഡ്രഗ് ലൈസൻസ് ഇഫ് ഇറ്റ് സെൽസ് ഡ്രഗ്സ് അക്രോസ് ദ കൗണ്ടർ. അവരിപ്പോ കൗണ്ടർ വഴി നമുക്ക് മെഡിസിൻസ് വിൽക്കണമെങ്കിൽ എന്താണ് അവർക്ക് അത് ഒരു ഡ്രഗ് ലൈസൻസ് നേടിയിരിക്കണം. ആ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ അവിടെ അവർക്ക് ഫാർമസിസ്റ്റ് ആയിട്ട് അവിടെയുള്ള വർക്കേഴ്സിനെ നിർത്തിയിട്ട് അവർക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് ആവശ്യമായ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് വിൽക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പൊ അവർക്ക് അതിനുള്ള ലൈസൻസ് അവിടെ ഉണ്ടായിരിക്കണം. ഫുള്ളി രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് കാൻ ഡിസ്ട്രിബ്യൂട്ട് ഡ്രഗ്സ്. അതായത് മരുന്നുകളെല്ലാം രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റുകൾ മാത്രമേ അവർക്ക് നമുക്കറിയാം അവിടുത്തെ ഫാർമസിസ്റ്റുകൾ ഉണ്ടാവും, അവരുടെ കീഴിലായിരിക്കുള്ളൂ അവിടുത്തെ ഫാർമസിസ്റ്റുകളിൽ ഫാർമസികളിൽ
മെഡിസിൻസ് ഒക്കെ എടുത്തു വിടണം അല്ലെ? നമുക്ക് ഒരു പേര് പറയാത്ത വ്യക്തികളെ കൊണ്ടുവന്ന് അവിടെ കൊണ്ട് നിർത്തിയിട്ട് മെഡിസിൻ സപ്ലൈ ചെയ്യാനായിട്ട് അനുവദിക്കുമോ? ഇല്ല. അവർക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് അവിടെ ഉണ്ടായിരിക്കണം. ആ പേഴ്സൺസിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിലൂടെ മാത്രമേയാണ് ഈ ഇതുകള് മെഡിസിൻസ് ഒക്കെ വിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുമാതിരി തന്നെ മെഡിസിൻസ് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിലും ഈ ലൈസൻസ് ഉള്ള ഒരു സ്ഥാപനമായിരിക്കണം, എങ്കിൽ മാത്രമേ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള അംഗീകാരവും കിട്ടുള്ളൂ. അപ്പൊ ഇതെല്ലാം ഈ ആക്ടിന്റെ കീഴിലാണ് വരുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് ദ ഫാർമസി ആക്ട്. ഈ ബർത്ത് ആൻഡ് ഡെത്ത് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട്. നമുക്കറിയാം നമ്മുടെ ജനനവും മരണവും മിക്കപ്പോഴൊക്കെ എന്താണ് ഹോസ്പിറ്റലാണ് അല്ലെ? അപ്പൊ അവിടെ ജനന സർട്ടിഫിക്കറ്റും മരണ സർട്ടിഫിക്കറ്റും ഒക്കെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ഹോസ്പിറ്റലുകാരല്ല ഇഷ്യൂ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അത് അതിൻ്റെതായ ലൊക്കാലിറ്റി, ഏത് സ്ഥലമാണോ ആ സ്ഥലത്തിന്റെ ആ ഒരു ലൊക്കാലിറ്റിയിൽ നിന്നാണ്, മുനിസിപ്പാലിറ്റി അതിലേക്ക് ആ ഒരു ഇതിൽ നിന്നാണ് രജിസ്ട്രേഷൻ നമുക്ക് കിട്ടുന്നത്. പക്ഷെ എന്താണ് നിയമ നടപടികൾക്ക് പേപ്പേഴ്സ് ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് എന്താ ഹോസ്പിറ്റലിൽ നിന്നാണ് അല്ലെ? ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് എന്താണ് ആദ്യം തന്നെ അത് ഏത് പ്ലേസിലാണോ കുട്ടി ജനിച്ചതെന്നും അത് ഏത് എന്താണ് ആ ഹോസ്പിറ്റലിൽ സ്ഥിതി ചെയ്യുന്ന പ്ലേസ് ഏതാണെന്നും ഒക്കെ തിട്ടപ്പെടുത്തി ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് വേണം നമുക്ക് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ. അതിനുശേഷം മാത്രമേ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുള്ളൂ. അപ്പൊ ഈ ആക്ടുകളെല്ലാം എന്താണ് പറയുന്നത്, ആ ആക്ടിൽ പറയുന്നത് അനുസരിച്ച് ഫോളോ ചെയ്യേണ്ടത് ഡ്യൂട്ടി നമുക്കുണ്ട് അല്ലെ? ഒരു ബർത്താണെങ്കിലും കുട്ടിയെ ജനിച്ച് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നാൽ നമ്മൾക്ക് ഡ്യൂട്ടി കഴിഞ്ഞു. പക്ഷെ ആ കുട്ടി ജനിച്ചു എന്ന് പ്രൂവ് വരുത്തണമെങ്കിൽ എന്താണ് ഇതിന്റെ ആക്ട് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ അതിനുള്ള ആപ്ലിക്കേഷൻ ഫോമൊക്കെ ഫില്ലപ്പ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന നടപടികൾ സ്വീകരിക്കണം. അതുമാതിരി തന്നെ ഡെത്ത് സംഭവിച്ചാലും അങ്ങനെ തന്നെ. അപ്പൊ അത്തരത്തിലുള്ള രജിസ്ട്രേഷൻ, മാരേജ് രജിസ്ട്രേഷൻ ആക്ടുകൾ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ഫോർമുലേറ്റ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ കൺസേണിങ് ഇൻഫോമിംഗ് ബർത്ത് ആൻഡ് ഡെത്ത് ഇൻ ഹോസ്പിറ്റൽ. അതായത് ബർത്തും ഡെത്തുമായിട്ടുള്ള കാര്യങ്ങൾ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ അത് കൈകാര്യം ചെയ്യണം. ഹോസ്പിറ്റൽ അതിന് മുൻകൈ എടുക്കണം. ദേ ഷുഡ് ബി notified immediately to the local municipal authority and registrar office. registrar ഓഫീസിൽ അവിടുത്തെ ലൊക്കാലിറ്റിയിലുള്ള മുനിസിപ്പൽ രജിസ്ട്രാർ ഓഫീസിലൊക്കെ പോയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ആ നടപടികൾ സ്വീകരിക്കണം അല്ലെ? ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കുട്ടിയുടെ ചികിത്സകളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതോടൊപ്പം തന്നെ നമ്മൾ ജനിച്ചു എന്ന സ്ഥിരീകരണ കണക്കും കൂടി നമ്മൾ രേഖപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതിന് എന്താണ് ഹോസ്പിറ്റലിന്റെ സപ്പോർട്ടും ആവശ്യമാണ്. ഒപ്പം തന്നെ ഹോസ്പിറ്റലുകാർ അതെങ്ങനെ ചെയ്യുന്നത്, ആക്ട് എന്താ പറയുന്നത്, ആ നിയമത്തിന് വിധേയമായിട്ടാണ് ഫോമൊക്കെ ഫില്ലപ്പ് ചെയ്ത് രജിസ്ട്രാർ ഓഫീസിൽ എത്തിക്കേണ്ടത്, കൊടുക്കാനായിട്ട് ചുമതലയാണ്. പിന്നെ വീണ്ടും ആക്ടുകളുടെ കൂട്ടത്തില് ഒരു കാര്യം കൂടി വരുന്നുണ്ട്, ലോ ഓഫ് ടോൾസ്. ഇതുവരെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊരു വേറൊരു ടേമാണ്. അപ്പൊ ഇതുവരേക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം, ക്ഷമിക്കാം. നമുക്കെന്നാ നോക്കാം, കണ്ടിന്യൂ ചെയ്യാം. AMC എന്താണെന്ന് കിട്ടിയില്ല. കൃത്യമായി തന്നെ നിങ്ങൾ വായിച്ചു നോക്കാം. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അതാണ് IMC എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. INC അങ്ങനെയൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കട്ടെ. INC എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ. ഇങ്ങനെയായിരിക്കും തരിക ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ 1933, അല്ലെങ്കിൽ INC 1933 എന്ന് പറയുമ്പോൾ ഇതൊന്ന് ഇതൊന്ന് ഫില്ല് ചെയ്താൽ മതി, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്. അല്ലെങ്കിൽ INC ആക്ട് 1947 എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ചെറിയ ടേം കൂടി നോക്കാം. ലോ ഓഫ് ടോൾസ്, അതായത് ഇതില് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതിൽ പറയുന്നത് എന്തോ അത് ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കി പോണം. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ഹോസ്പിറ്റലുകാര് കൃത്യമായിട്ട് തന്നെ പാലിക്കേണ്ടതുണ്ട്. എത്തിക്കൽ എന്നുള്ള ലെവലിലാണ് പഠിക്കുന്നത് അല്ലെ? ഈ ചാപ്റ്റർ തന്നെ അതാണ്, ധാർമ്മികത. അത് നമ്മുടെ മനുഷ്യന്റെ ബിഹേവിയറിൽ വേണ്ട ഒരു ആവശ്യ ഘടകമാണെന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങി പഠിച്ചത്. ഇതില് ലോ ഓഫ് ടോൾസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമങ്ങൾ വളച്ചൊടിച്ചു കൊണ്ടുവരുന്ന മാറ്റേഴ്സിനെ കുറിച്ച്, ചില കാര്യങ്ങള് നിയമത്തിനെ വളച്ചൊടിച്ച് കൊണ്ടുവരാം. അത് ഏതൊക്കെ കാര്യമാണ് എന്നുള്ള കാര്യമാണ് ഇത് കാണിച്ചു തരുന്നത്. The word told is derived from the Latin word tortus. അതായത് ലാറ്റിൻ വേർഡിൽ നിന്നാണ് ടോട്സ് എന്ന് പറയുന്ന വേർഡ് ഉണ്ടായിരിക്കുന്നത്. ട്വിസ്റ്റഡ് അതായത് വളച്ചൊടിക്കുക, ഓർ ക്രൂക്കഡ് വക്രതയോട് കൂടിയിട്ട് വളച്ചൊടിക്കുക എന്നുള്ള ഒരു മീനിങ് ആണ് ഇതിൽ വരുന്നത്. It is defined as any wrong, injury or damage is done to the person for which a civil suit can be brought. അതായത് ഒരു പൗരൻ എന്ന നിലയിൽ എന്താണ് നമുക്ക് ഇത് ചില ഇതുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ചില പരിക്കുകൾ അല്ലെങ്കിൽ ചില മുറിവുകൾ എന്നൊക്കെ പറയുന്നത് ഹോസ്പിറ്റലുകാർ തന്നെ വളച്ചൊടിച്ച് അതിനെ അല്ലെ, നമുക്കറിയാം ചില ഓപ്പറേഷനുകള് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ചില എല്ലാ ഹോസ്പിറ്റലിലും അല്ലാട്ടോ, നമ്മള് അറിയാം റയറായിട്ടുള്ള എന്തെങ്കിലും ഹോസ്പിറ്റലുകാരായിരിക്കും അവരവരുടെ പ്രോഫിറ്റബിളിന് വേണ്ടിയിട്ട് ചില അതിക്രമങ്ങളൊക്കെ കാണിച്ചു കൂട്ടും അല്ലെ. ഓപ്പറേഷൻ ചെയ്ത് നല്ല അവയവങ്ങളൊക്കെ എടുത്ത് മാറ്റം. അപ്പൊന്നും എല്ലാ ഹോസ്പിറ്റലിലും ആ ലേബിളിലൊന്നും കാണിക്കാൻ പറ്റില്ല, ഒരിക്കലും നമുക്കത് അംഗീകരിക്കാനും പറ്റില്ല. പക്ഷെ ചില ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ചില അപകടങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ വളച്ചൊടിച്ച് മാറ്റാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നത് ഇതിൽ പറയുന്ന എക്സാമ്പിൾസ്. ഓക്കെ, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെയാണ് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ്സ്. അതായത് നമുക്കറിയാം നല്ല അല്ലെ ഇന്റേണൽ പാർട്സുകളെല്ലാം ഓരോ ഓപ്പറേഷനൊക്കെ വിധേയമാക്കുമ്പോൾ അത് എടുത്തു മാറ്റാനൊക്കെയുള്ള സാധ്യതകളുണ്ട് അല്ലെ. അത് നമുക്ക് എല്ലാ ഹോസ്പിറ്റലിനെയും ആ ലെവലിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെയും പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എക്സാമ്പിൾ പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട്. അതിൽ പറയുന്ന ആ വേർഡ്സുകള് അതേ മീനിങ്ങോട് കൂടി ഒന്ന് നിങ്ങൾ ക്യാച്ച് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതിൽ പറയുന്ന ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ, അതായത് തെറ്റായ കമ്മീഷന്റെ പ്രവർത്തനം, കമ്മീഷന്റെ തെറ്റായ പ്രവർത്തനം. അൺനെസസറി ഓപ്പറേഷൻസ്, അതായത് അനാവശ്യ പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെക്കുന്നത്. ചിലപ്പോ ഹോസ്പിറ്റലുകാര് അനാവശ്യ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാറുണ്ട്. ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷന്റെ തെറ്റായ പ്രവർത്തനങ്ങൾ അവിടെ നടപ്പാക്കി കൊണ്ടുവരാറുണ്ട് എന്നത് നമുക്കറിയാം. ചില തർക്കങ്ങളൊക്കെ അവരെന്താണ് ചിലപ്പോ തെറ്റായ രീതിയിൽ വരച്ചു കാട്ടാറുണ്ട്. ആക്സിഡന്റ് കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചിലപ്പോ എന്താണ് ശരിയായ രീതിയിൽ നിന്ന് മാറ്റി സ്ഥാപിക്കാറുണ്ട് എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഇനി വീണ്ടും പറയുന്ന ആക്ട് ഓഫ് ഒമിഷൻ, അതായത് ഓട്ടോപ്സി വിത്തൗട്ട് ഒബ്റ്റെയിനിങ് കൺസെന്റ്, അതായത് സമ്മതം കൂടാതെയുള്ള പോസ്റ്റ്മോർട്ടങ്ങളൊക്കെ നടത്താറുണ്ട്. ഓട്ടോപ്സി വിത്തൗട്ട് ഒബ്റ്റെയിനിങ് കൺസെന്റിന്റെ സമ്മതം കൂടാതെ തന്നെ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ നടത്തി പോകാറുണ്ട്. നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ ആക്സിഡന്റ് നമ്മള് അറിയാലോ, ചില കേസുകളൊന്നും അവരെ പെർമിഷൻ ഒന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ ലീഗലായിട്ടുള്ള ഇഷ്യൂസിനൊന്നും കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തി ക്ലിയർ അപ്പ് ചെയ്ത് വെക്കും. അപ്പൊ അതൊക്കെ ഒരു റോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ചില രാഷ്ട്രീയത്തിന്റെയോ അല്ലെങ്കിൽ പോലീസുകാരുടെയോ അല്ലെങ്കിൽ മേലാധികാരികളുടെ സമ്മർദ്ദത്തിന്റെ കീഴിലെല്ലാം ഇതെല്ലാം ഹോസ്പിറ്റലിലും നടക്കാറുണ്ട് എന്ന് പറഞ്ഞു തരുന്നു. പിന്നെ നെക്സ്റ്റ് പറയുന്നത് നെഗ്ലിജൻസ്, അതായത് സ്വാപ്പ് ഓർ ഇൻസ്ട്രുമെന്റ് ഇൻ അബ്ഡോമൻ, അതായത് അശ്രദ്ധ കൊണ്ട് അല്ലെ. നമ്മളിപ്പോ പേപ്പറിലൊക്കെ വായിച്ചു കേട്ട ഒരു ന്യൂസ് ആണ് എന്താണ് സ്വാപ്പ് ഓർ ഇൻസ്ട്രുമെന്റ് ഇൻ അബ്ഡോമൻ. നമ്മുടെ വയറ്റിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അറിയാതെ തന്നെ അതിന്റെ ഉള്ളിൽ നിക്ഷേപിച്ച് എന്താണ് കുഞ്ഞി കെട്ടി ക്ലിയർ ഔട്ട് ചെയ്ത് കഴിയുന്നു. നമുക്കറിയില്ല, പേഷ്യൻസിന് അറിയില്ല, അബോധാവസ്ഥയിലായിരിക്കും അവരത് കാര്യങ്ങൾ അവരെപ്പോഴും വിശ്വസ്തയോടാണ് അല്ലെ. പേഷ്യൻസ് എപ്പോഴും വിശ്വസ്തയോടാണ് ഹോസ്പിറ്റൽ സമീപിക്കുന്നത്. പക്ഷേ ഡോക്ടേഴ്സിന്റെയോ നഴ്സുമാരുടെ ആരെങ്കിലും അശ്രദ്ധ കൊണ്ട് ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. വീണ്ടും ഇന്റേണൽ ഇന്റർഫറൻസ്, അതായത് അനാവശ്യ ഇടപെടൽ ലീഡ്സ് ടു മെന്റൽ ഓർ ഫിസിക്കൽ ഡിസ്റ്റർബൻസ്. ചില വ്യക്തികൾക്ക് സാധാരണ മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കൂടാതെ തന്നെ ചിലപ്പോഴൊക്കെ ഇവരുടെ കൂടുതൽ അനാവശ്യ ഇടപെടൽ കൊണ്ട് അവർക്ക്
ഫിസിക്കലി അവരെ മെന്റലി അല്ലെങ്കിൽ അവരെ നിർവീര്യമാക്കുന്നതുണ്ട്. നമ്മളെപ്പോഴും പറയും ഹോസ്പിറ്റലിൽ നിന്ന് അനാർദിസം അല്ലെങ്കിൽ അസുഖം മാറാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ പ്രവേശിക്കുന്നത്. ചിലപ്പോഴെങ്കിലും എന്താണ് നേരെ തിരിച്ചും സംഭവിക്കാറുണ്ട്. ട്രീറ്റ്മെന്റിന്റെ ഭാഗമെന്ന നിലയിൽ ചെയ്ത് അവർക്ക് മെന്റലി ഫിസിക്കലി ഡിസ്റ്റർബൻസ് ആയിട്ട് തിരിച്ചു വരാറുണ്ട്. പിന്നെ എന്താ ഇൻവാഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് പ്രൈവസി എന്ന് പറയുന്നത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം. ചില ഡോക്ടേഴ്സ് അല്ലെ നമ്മള് ഫ്രീ ആയിട്ട് നമ്മൾ പേഴ്സൺസ് എന്താണ് ഡോക്ടേഴ്സിന്റെ കീഴിൽ നമ്മള് വളരെ പൂർണ്ണ അർപ്പണ ബോധത്തോടു കൂടിയായിരിക്കും ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും രോഗാവസ്ഥകളും എല്ലാം തുറന്ന് കാണിക്കുന്നത്. ഒരുപക്ഷെ അവര് ചിലപ്പോൾ എന്താണ് അവരുടെ പ്രൈവസിയിലേക്ക് സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ സാധ്യതയുമുണ്ട് എന്ന് പറയുന്നു. പിന്നെ ബ്രീച്ച് ഓഫ് പ്രൊഫഷൻ സീക്രസി, അതായത് തൊഴിൽ ലംഘനം അവർ നടത്താറുണ്ട് ചിലപ്പോഴെങ്കിലും. ഈ പറഞ്ഞ പേഴ്സൺസ് ഹോസ്പിറ്റലിലെ വർക്കേഴ്സ്, അതായത് തൊഴിലാളികൾ എന്ന ലേബലിലുള്ള നഴ്സുമാരും ഡോക്ടേഴ്സും എല്ലാം തൊഴിൽ ലംഘനവും ചെയ്യാറുണ്ട്. അവർ മാത്രമല്ല, അവിടെയുള്ള വർക്കേഴ്സിൽ ആരൊക്കെയാണോ അവരും എന്തെങ്കിലും തൊഴിൽ ലംഘനങ്ങളും നടത്താറുണ്ട് എന്ന് പറയുന്നു. ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ സർജൻ ഗോയിങ് ബിയോണ്ട് ദ ലിമിറ്റ് ഓഫ് എ പേഷ്യന്റ് കൺസെന്റ്. പേഷ്യന്റിന്റെ കൺസെന്റ്, അതായത് രോഗിയുടെ സമ്മതത്തിന്റെ പരിധിക്കപ്പുറം അവരുടെ ഇടപെടാറുണ്ടല്ലേ. ചിലപ്പോൾ ഒരുപക്ഷെ ഇതിൽ കൂടുതൽ കാര്യങ്ങളിൽ ഇൻവോൾവഡ് ആവാനായിട്ട് ഒരുപക്ഷെ രോഗി അനുവദിക്കുന്നില്ല എങ്കിൽ കൂടി അവര് പേഷ്യൻസിന്റെ സമ്മതം ഇല്ലാതെ തന്നെ മറ്റവര് അധികം ഇടപെടാറുണ്ടായിരുന്നു. 5ാമത് ചോദിക്കുന്നുണ്ട്, അതായത് ഇൻവാഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് പ്രൈവസി. ഇതിൽ പറയുന്നത് എന്താണ്? സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം. അതാണ് പറഞ്ഞു തരുന്നത്. അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാറുണ്ട്. പറയുന്നത് ബെറ്റർ എന്ന് പറയുന്നത് സർജൻ ഗോയിങ് ബിയോണ്ട് ദ ലിമിറ്റ് ഓഫ് എ പേഷ്യന്റ് കൺസെന്റ്. പേഷ്യന്റിന്റെ സമ്മതം അല്ലാതെ തന്നെ സർജൻ വേറെ കാര്യങ്ങളിലേക്കും, അതായത് സമ്മതമില്ലെങ്കിൽ കൂടി മറ്റു കാര്യങ്ങളിലേക്കും കൂടി കടന്നു കയറാറുണ്ട്. രോഗിയുടെ സമ്മതത്തിന്റെ പരിധിക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ ചെയ്യും. തേർഡില് നെഗ്ലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാപ്പ് ഓർ ഇൻസ്ട്രുമെന്റിന്റെ അഭാവം എന്ന് വെച്ചാൽ വയറിന്റെ ഉള്ളിൽ തന്നെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപകരണങ്ങളെല്ലാം മറന്നു വെക്കുന്ന അശ്രദ്ധമായിട്ടുള്ള നിലപാടുകൾ ചിലപ്പോഴൊക്കെ എടുത്തു പോകാറുണ്ട്. പുറത്തും ചോദിച്ചു ഇന്റേണൽ ഇന്റർഫറൻസ്, അതായത് ഇന്റേണൽ അവരുടെ കൂടുതലായിട്ട് രോഗിയിലേക്ക് വന്ന് എന്താണ് അവർക്ക് സാധാരണ അസുഖത്തേക്കാൾ കൂടുതൽ മെന്റലി ഡിസോർഡർ ആക്കുന്ന അവസ്ഥയിലേക്ക് കൂട്ടിച്ചെന്ന് എത്തിക്കാറുണ്ട് എന്നുള്ളത്. പിന്നെന്താ ബ്രീച്ച് ഓഫ് പ്രൊഫഷണൽ സീക്രസി. ഇതിൽ പറയുന്നത് തൊഴിൽ ലംഘനം. അവരുടെ ഡ്യൂട്ടി ചെയ്യാതെ വേറെ കാര്യങ്ങൾ കൂടി, ഇപ്പൊ നമുക്കറിയാം നഴ്സുമാരുടെ ഡ്യൂട്ടിക്ക് അപ്പുറം ചിലപ്പോ ചില ഹോസ്പിറ്റലൊക്കെ കണ്ടില്ലേ, നഴ്സ് തന്നെ ഡോക്ടറിന്റെ ഡ്യൂട്ടി കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചപ്പാടൊക്കെ നമ്മൾ വായിച്ചു കേൾക്കാറുണ്ട്. അവിടെ തൊഴിൽ ലംഘനമാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ് ഇന്നത്തെ കാണിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെയെല്ലാം ഹോസ്പിറ്റലിൽ ഇങ്ങനെയും കാര്യങ്ങൾ നടക്കാറുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്കറിയാം. ഇങ്ങനെ കാര്യങ്ങൾ വരുന്ന പേഷ്യൻസ് ആയിട്ടുള്ളവര് എന്താണ് കേസൊക്കെ ഫയൽ ചെയ്യും അല്ലെ. അവരെ എവിഡൻസ് ഒക്കെ ഉള്ള എവിഡൻസ് ഒക്കെ വെച്ചിട്ട് കേസ് ഫയൽ ചെയ്യും, ട്രീറ്റ്മെന്റിന്റെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പൊ ഇതും ഹോസ്പിറ്റലിലുള്ള എത്തിക്കൽസുമായി ബന്ധപ്പെട്ട ധാർമ്മിക നിലപാടുമായി കുറച്ച് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ചില അത് ആക്ട് വഴി നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ചിലത് എന്താണ് ആക്ടൊന്നും ഇല്ല എങ്കിലും ചില കാര്യങ്ങളെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി തരുന്നതാണ്. ഇനി മിസ്ലേനിയസ് ടോക്സിലും പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങള്. അതിലും ആ മീനിങ് തന്നെ മനസ്സിലാക്കി വെക്കാം. അതിൽ പറയുന്നത് നോയിസൻസ്, അതായത് ഇൻകൺവീനിയൻസ് ടു പബ്ലിക്, അതായത് പൊതുജനത്തിന് അസൗകര്യം വരുത്തി വെക്കാറുണ്ട് എന്നുള്ളത്. ഹോസ്പിറ്റലിൽ നമുക്കറിയാം പൊതുജനങ്ങൾക്ക് എന്താണ് നമുക്ക് സേവനം കാഴ്ചവെക്കുന്ന ഒരു ഇടമാണെങ്കിൽ കൂടി ചില തോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോങ് എന്നുള്ളത് കാര്യമാണ്. റോങ് ഡൂയിങ് എന്നാണ് അതിന്റെ എക്സാക്ട് മീനിങ്. റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഹോസ്പിറ്റലില് എല്ലാം ശരിയെന്നുള്ള കാര്യങ്ങൾ മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കി തരുന്നതാണ് ഇതില്. അപ്പോ മിസ്ലേനിയസ് ടോക്സ് എന്ന് പറയുമ്പോൾ എന്താണ് അതല്ലാതെ തന്നെ കുറച്ച് റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നടക്കുന്നു. അതിൽ പറയുന്നതാണ് നോയിസൻസ് എന്ന് വെച്ച് കഴിയുമ്പോൾ
എന്താണ് പബ്ലിക്കിന് അസൗകര്യമാകുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോ അവിടെ അല്ലെ നമുക്കറിയാം ചില ഹോസ്പിറ്റലുകാരൊക്കെ എന്താണ് ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല ചില അബോർഷൻ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നടത്തുന്ന ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് അതല്ല ശരിക്കും പറഞ്ഞ പ്രോഫിറ്റബിൾ ആണ് അവരുടെ ലക്ഷ്യത്തിലേക്ക് വരുന്നത്. ഇനി മിസ് റെപ്രസെന്റേഷൻ അതായത് തെറ്റായിട്ട് അവതരിപ്പിക്കൽ അല്ലെങ്കിൽ വഞ്ചന എന്നാണ്. അതായത് ഡോക്ടേഴ്സ് തന്നെ നിങ്ങളുടെ പ്രോബ്ലം ഇതാണ് ചിലപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഇഷ്യൂ ഒക്കെ ഉണ്ടാവുള്ളൂ. അവരിങ്ങനെ വലിയ പർവ്വതീകരിച്ച് നമ്മളെ കൊണ്ട് പൈസ ഈടാക്കിക്കാവുന്നതിനെ അതിനപ്പുറം ഈടാക്കിപ്പിച്ച് ആ രോഗിയെ ഒന്നും കൂടി ഇതാക്കും. നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ ഇത് തോന്നും, കാരണം ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഇനി പോകാൻ പറ്റുമോ, ഇതൊക്കെയാണല്ലോ മാറ്റേഴ്സ്. പക്ഷെ ഇങ്ങനെയും ഉണ്ട്. പക്ഷെ എല്ലാ ഹോസ്പിറ്റലും എല്ലാ കാര്യമല്ല കേട്ടോ. അതിൻ്റെതായിട്ടുള്ള ഹോസ്പിറ്റലില് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നു വരുന്നുണ്ടെന്ന് എത്തിക്കൽ എന്ന ചാപ്റ്ററിൽ ധാർമ്മികതയ മൂല്യത്തിന്റെ ആ ഒരു ചാപ്റ്ററിൽ എടുത്ത് കാണിക്കുന്നതാണ്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് വഞ്ചന അതില് നടക്കുന്നുണ്ടെന്ന്. പിന്നെ ഡിഫാമേഷൻ അതായത് സ്ലാൻഡർ ലേബൽ അതില് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപകീർത്തിപ്പെടുത്തല്, അപവാദങ്ങള്. ഒരുപക്ഷെ ചിലപ്പോ നല്ല ട്രീറ്റ്മെന്റ് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തിത്വമായിരിക്കും എങ്കിൽ കൂടി ചില കാര്യങ്ങളൊക്കെ അപവാദ പ്രചരണമൊക്കെ നടത്താറുണ്ട്. അതേമാതിരി തന്നെ മെലീഷ്യസ് സിക്യൂഷൻ അതിന്റെ ആ വേർഡുകൾക്കുള്ള ഇതുകൾ അതിൽ പറഞ്ഞിരിക്കുന്ന മീനിങ് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് അവതരണ രീതികൾ നമുക്കറിയാം ഹോസ്പിറ്റലുകാര് കൃത്യമായിട്ട് തന്നെ നമ്മളോട് പറയുന്ന ഒരു മാറ്റർ ആയിരിക്കില്ല ചിലപ്പോൾ നടപ്പാക്കുന്നത്. അവർക്ക് ചിലപ്പോൾ ചെറിയ കാര്യങ്ങളൊന്നല്ലായിരിക്കും വിഷയമായിട്ടല്ല അത് പർവ്വതീകരിച്ചിട്ട് അവതരണത്തിലൂടെ പർവ്വതീകരിച്ച് നമ്മളെ കൊണ്ട് ആ ഈ ഓപ്പറേഷനൊക്കെ ചെയ്യിപ്പിച്ച് അവരെ ചിലപ്പോഴെങ്കിൽ നമ്മുടെ ഉള്ള അവയവമൊക്കെ നശിപ്പിച്ച് കളയുന്ന ഒരു അവസ്ഥയും കൂടി അവിടെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപകീർത്തിപ്പെടുത്തുന്നുണ്ട്. അതേമാതിരി തന്നെ പൊതുജനങ്ങൾക്ക് അസൗകര്യം നല്ല രീതിയിലുള്ള സേവനമല്ലാതെ കാര്യങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. പിന്നെന്താണ് വീണ്ടും പറയുന്നത് തെറ്റായിട്ട് അവതരിപ്പിക്കുന്നു, വഞ്ചന നടത്തുന്നു, അപകീർത്തിപ്പെടുത്തുന്നു, അപവാദം നിർത്തിവെക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കുറെ പദങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹോസ്പിറ്റലിന്റെ നല്ല കാര്യങ്ങൾ മാത്രമല്ല കുറച്ച് ചീത്ത വശങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. സ്ലാഡറിന്റെ മീനിങ് അപകീർത്തിപ്പെടുത്തുക, അപവാദം എന്നാണ് ടൈറ്റിൽ. മായം ചേർക്കൽ എന്നുള്ള മീനിങ് എന്തായാലും ഇതിന്റെയൊക്കെ ഒരു മീനിങ് എക്സാക്ട് മീനിങ് എന്ന് പറയുന്നത് അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ, നല്ല വശങ്ങളല്ല ഇതിൽ കാണിച്ചിരിക്കുന്നത്. വളച്ചൊടിച്ചുള്ള വഞ്ചനാപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്നതാണ്. അപ്പൊ ആക്ട് പ്രകാരമുള്ളതാണെങ്കിൽ നമുക്ക് ആക്ട് വഴി നമുക്ക് എന്തെങ്കിലും കേസ് ഫയൽ ചെയ്യാനൊക്കെ പറ്റും. ഈ ആക്ട് അല്ലാതെ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതാണ് നമ്മൾ പറയാ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റിന്റെയും എല്ലാത്തിന്റെയും കോപ്പി നമ്മൾ കീപ്പ് ചെയ്ത് വെക്കണം എന്ന് പറയുന്നത്. അവര് ചിലപ്പോ ഈ പേഴ്സൺ ചികിത്സിച്ച് വേറെ രീതിയിലേക്കൊക്കെ എത്തിപ്പെടാൻ വേണ്ടി നമുക്ക് കോപ്പായിട്ട് കൊടുക്കാവുന്നത് എന്താ, നമ്മൾക്ക് പോയ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് മാത്രം. ഇതൊക്കെ നമ്മൾ ആ ഒരു എത്തിക്കലായിട്ടുള്ള ഇതിൽ ലീഗലിലേക്ക് വരുമ്പോൾ ഇവ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി തരുന്നേ ഉള്ളൂ. നെക്സ്റ്റ് എടുക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. ഇത് വേറെ ഒരു ലെവലിലേക്ക് അല്ലേ വേണ്ടാന്ന് തന്നെ പറയുന്നല്ലേ, നിങ്ങള് മാമിനെ വിളിച്ചു തുടങ്ങി. എന്തായാലും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് തുടങ്ങി എടുക്കാം. ഇതുവരേക്കും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇത് പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. മിസ്ലേനിയസ് എന്നാണ് പറയാം. അതില് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ന്യൂസൻസ് എന്ന് പറയുമ്പോൾ ശല്യം, ഉപദ്രവം, അതായത് ഇൻകൺവീനിയൻസ് ടു പബ്ലിക്കിന് പൊതുജനത്തിന് അസൗകര്യം വരുത്തുന്ന തരത്തിലുള്ള ശല്യവും ഉപദ്രവവും ഈ ഹോസ്പിറ്റലുകാരെ പ്രദാനം ചെയ്യാറുണ്ട്. ചിലപ്പോഴേ എല്ലാ ഹോസ്പിറ്റലും അല്ലാത്ത അതിലുള്ള മീനിങ് എക്സാക്ട് മീനിങ് അങ്ങനെ തന്നെ പറഞ്ഞു വരികയാണ്. നിങ്ങളത് മീൻ ചെയ്തെടുക്കുക. എന്താണ് ന്യൂസൻസ് എന്ന് പറയുമ്പോൾ ശല്യവും ഉപദ്രവം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് മിസ്റെപ്രസെന്റേഷൻ, ഡിസീറ്റ്, അതായത് തെറ്റായ അവതരിപ്പിക്കൽ.
അതാണ് മിസ്റെപ്രസെന്റേഷന്റെ മീനിങ് തെറ്റായി അവതരിപ്പിക്കല് അല്ലെങ്കിൽ ഡിസീറ്റ് എന്ന് പറഞ്ഞാൽ വഞ്ചന. നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പൊ അസുഖത്തിന്റെ കാര്യം എന്താണെന്ന് വ്യക്തതയില്ലാതെ തന്നെ ഡോക്ടർ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരവസ്ഥയാണ് തെറ്റിദ്ധരിപ്പിക്കൽ അല്ലെ, തെറ്റായി അവതരിപ്പിക്കൽ. അതിന് വഞ്ചനയും അവിടെ നടത്തുന്നു. ഡിഫാമേഷൻ, സ്ലാൻഡർ ടൈപ്പ് എന്ന് പറയുന്നത് അപകീർത്തിപ്പെടുത്തൽ അല്ലെങ്കിൽ അപവാദം. അപകീർത്തിപ്പെടുത്തല്, അപവാദം, അതെല്ലാം അതും അവിടെ വരാൻ സാധ്യതയുണ്ട് അല്ലെ. ചിലപ്പോ നമ്മൾ ഒരു കേസിൽ ഓടിക്കൊണ്ടെന്ന് ചിലപ്പോ വലിയ പ്രശ്നമൊന്നുമില്ലാതെ ഒന്ന് ചിലപ്പോ വീണ് പോയ കുട്ടിയായിരിക്കും. ആളെ കൊണ്ടുവന്ന് അവിടെ നിന്നപ്പോഴേക്കും വേറെ എന്തെങ്കിലും, ഇപ്പൊ ലേഡീസിന്റെ കാര്യമൊക്കെ ആണെങ്കിൽ നോക്കാം, പെട്ടെന്ന് ഒരു കുട്ടി തലകറങ്ങി വീണു, രാത്രിയായിപ്പോ അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു. ആ വ്യക്തിക്ക് വേണ്ടാത്ത അപവാദങ്ങളൊക്കെ വന്ന് കേസൊക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറ്റമാരുടെ ഹോസ്പിറ്റലിന്റെ ആണ് ശരിക്കും. ആക്ച്വലി ആ കുട്ടിക്ക് പ്രശ്നമൊന്നും ഇല്ലാതെ തന്നെ ആ കുട്ടിയുടെ വീട്ടിൽ തലകറങ്ങി ചിലപ്പോൾ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തതായിരിക്കും. ഒരു അപവാദം വരുത്തി വെക്കാനും ആർക്ക് സാധിക്കും? ഹോസ്പിറ്റലുകാർക്ക് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയൊക്കെ ഒരു ലേബലിലേക്ക് നമ്മള് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് അത് കാണിക്കുന്നത്. എല്ലാം സർവീസ് മൈൻഡോട് കൂടി ആവണമെന്നൊന്നുമില്ല. ഹോസ്പിറ്റലാണെങ്കിലും പ്രോഫിറ്റബിൾ എന്ന ലക്ഷ്യം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എന്താണ്? മെലീഷ്യസ് പെർസിക്യൂഷൻ, അതായത് ക്ഷുദ്രകരമായ അവതരണം. അതാണ് അതിൽ ക്ഷുദ്രകരമായ അവതരണം എന്നുള്ളതാണ് അതിൽ വീണ്ടും കാണിക്കുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലും അസുഖം എന്നുള്ളതൊക്കെ വരുമ്പോഴും ഇത് കൃത്യതയില്ലാതെ വേറെ വലിയൊരു മാനഹാന്യം, ചെറിയൊരു അസുഖമായിരിക്കും, അതിനെ പർവ്വതീകരിച്ച് അതിൽ ഇന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, ഇന്ന കേസുകളൊക്കെ എടുത്ത് മാറ്റേണ്ടതുണ്ട്. അങ്ങനെ പ്രോബ്ലം ചെയ്യും മാറ്റേഴ്സ് കൂടാതെ തന്നെ നമുക്ക് പേടിയും ഇതൊക്കെ വരും അല്ലെ. അങ്ങനെ വരുമ്പോൾ അതും ഒരു എന്താ പറയാ സാധാരണ രീതിയിലുള്ള കാര്യമല്ല, അതൊരു വളഞ്ഞൊന്നില്ല ഒരു വക്രബുദ്ധിയോട് കൂടി ഹോസ്പിറ്റലുകാർ നടപ്പാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് ഇതിന് മീൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇതില് പ്രത്യേകിച്ചൊന്നും എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, കാരണം ഇതിൽ എന്താണ് പറയണത് അതല്ല മെയിൻ ചെയ്ത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അത് ആക്റ്റും ലോയും ഒക്കെ എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്താ കണ്ടതാണത് മനസ്സിലാക്കുക. നമുക്കപ്പോ നെക്സ്റ്റ് ക്ലാസ് കാണാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, അത് പുതിയൊരു ടേമാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ക്ലിയർ ആയോ? Thank you.